നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. ഇന്ന് ജനുവരി മാസം 20 കാർത്തിക നാളാണെന്ന്. ദശമി, കന്നിരാശിക്ക് ചന്ദ്രാഷ്ടമം. എല്ലാവരും മുരുകന് വഴിപാടൊക്കെ നടത്തുക. നമുക്കറിയാം കാർത്തിക നാളാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, മകരമാസത്തിലെ കാർത്തിക നാളിൽ മുരുകന് വഴിപാടുകൾ സമർപ്പിക്കുന്നതിലൂടെ ഒരുപാട് ഭാഗ്യവും നേട്ടവും വന്നു ചേരുന്ന, ഒരുപാട് ജീവിതത്തിൽ മാറ്റം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്ര ജാതകരെക്കുറിച്ച്. എന്നാൽ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് വഴിപാടുകൾ നടത്താം. ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ അകന്ന് ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും. നിങ്ങൾ എത്ര ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ധങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ മാറിക്കിട്ടി ഒരുപാട് നേട്ടത്തിലേക്ക് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട്. അറുമുഖനെ വണങ്ങണം. അറുമുഖനെ വണങ്ങി ചില ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി വന്നു ചേരും. ഇന്ന് ശനിയാഴ്ചയാണ്, ജനുവരി മാസം 20 കാർത്തിക നാളാണ്, ദശമിയാണ്. കന്നിരാശിക്ക് ഇത് ചന്ദ്രാഷ്ടമമാണ്. കന്നിരാശിക്ക് ചന്ദ്രാഷ്ടമം എന്ന് പറയുമ്പോൾ കന്നിരാശിക്കാർ അല്പം കരുതിയിരിക്കേണ്ട സമയമാണ് ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾ. കന്നിരാശിക്കാർക്ക് അത്ര നല്ല സമയമല്ല ഈ 2-3 ദിവസം. കന്നിരാശിയിലെ ഉത്രം, അത്തം, ചിത്തിര ഇവർ 3-4 ദിവസം അല്പം കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. വഴക്കുകളിലൊന്നും ചെന്ന് ചാടരുത്, പണങ്ങളൊന്നും നഷ്ടപ്പെടരുത്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ, അതുപോലെ ജോലി കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ വളരെയേറെ, നല്ല കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ച് പോകേണ്ട സമയമാണ്. അപ്പോൾ മകരമാസത്തിലെ കാർത്തിക കഴിയുമ്പോൾ രക്ഷപ്പെടുന്ന മുരുകൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് സൗഭാഗ്യം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഈ നക്ഷത്രജാതകർക്ക് ഇനി ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കും. പലരും പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരുന്നില്ല. ഞാൻ ഭഗവാനെ, മുരുകനെ അല്ലെങ്കിൽ മറ്റൊരു ദേവനെ, ദേവിയെ, കുടുംബക്ഷേത്രങ്ങളിൽ ഒക്കെ ഞാൻ ദർശനം നടത്തുന്നു, പക്ഷേ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. കറക്റ്റായിട്ടുള്ള, ശരിയായിട്ടുള്ള നമ്മളെ വഴിപാടുകളും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഭിചാരദോഷങ്ങൾ, അതായത് നമുക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത്തുദോഷങ്ങൾ, പലർക്കുമെതിരെ പലരും ചെയ്ത്തുദോഷങ്ങൾ, ചില വാക്കുകൾ മതി നമ്മുടെ ജീവിതത്തെ തകർക്കുവാൻ. ചിലർ കാര്യകാരണങ്ങളൊന്നുമില്ലാതെ ചില സന്ദർഭങ്ങളിൽ നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറയും. നമുക്കെന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന് ശേഷം ഇവർ താൽക്കാലികമായ ഒരു ശാന്തിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ആളെ കണ്ടതിന് ശേഷം അവർ ചില ആഭിചാരദോഷങ്ങളും ചെയ്ത്തുദോഷങ്ങളുമൊക്കെ നമുക്കെതിരെ ചെയ്താൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ എഴുമ്പേറ്റമൊന്നും ഉണ്ടായില്ല. നമ്മളിനി എത്ര ക്ഷേത്രത്തിൽ പോയാലും നമുക്ക് വലിയ ഗുണമൊന്നും ലഭിക്കുകയില്ല. പക്ഷേ പവർഫുള്ളായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകാൻ കഴിയും. നമുക്ക് സന്തോഷകരമായിട്ടുള്ള കോടികളൊന്നും ഉണ്ടാക്കുന്നതിലല്ല കാര്യം, ലക്ഷങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുന്നതിലല്ല കാര്യം. നമുക്ക് സമാധാനം വേണം, സന്തോഷം വേണം. ഈ കേൾക്കുന്നവരിൽ എത്ര പേർക്കുണ്ടത്? ഒരുപാട് പ്രശ്നങ്ങളിൽ കഴിയുന്നവരാണ് നിങ്ങളിൽ പലരും. എന്നാൽ ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാവാം, മറ്റു ചിലർക്ക് ചില ദോഷങ്ങളുണ്ടാകാം. അങ്ങനെയൊക്കെ ഒരുപാട് പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അതിജീവിക്കേണ്ടവരാണ് നമ്മളിൽ പലരും. ഇന്ന് ജനുവരി മാസം 20 കാർത്തിക നാളാണ്, ദശമിയാണ്, കന്നിരാശിക്ക് ചന്ദ്രാഷ്ടമമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പോകേണ്ടതായ ക്ഷേത്രം, മുരുകക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. പളനിയിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പളനിയിലൊക്കെ ദർശനം നടത്തുക. ഇന്ന് മുരുകൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകരെ നമുക്കറിയാം. അതിനു മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അഭിവൃദ്ധിയാണ് ലക്ഷ്യമെങ്കിൽ, നമ്മുടെ സന്തോഷമാണ് ലക്ഷ്യമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ചില ദോഷങ്ങളൊക്കെ അകറ്റുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിരാവിലെ ഉണരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഉള്ളം കൈകളിലേക്കൊന്ന് നോക്കുക. അമ്മ ലക്ഷ്മി കൈകളിൽ വസിക്കുന്നു അതിരാവിലെ. അതായത് കയ്യിലേക്കൊന്ന് നോക്കിയിട്ട്, ഉള്ളം കയ്യിലേക്കൊന്ന് നോക്കിയിട്ട് അമ്മയെ ഒന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ പണത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ രാവിലെ എണീറ്റാൽ ഉടനെ
ഉള്ളം കൈയിലേക്ക് നോക്കിയതിന് ശേഷം കൈകളിൽ ലക്ഷ്മിയാണ് വസിക്കുന്നത്. ആ വസിക്കുന്ന ലക്ഷ്മിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറണമെന്ന്. ജനുവരി മാസം 20-ാം തീയതി മുതൽ രക്ഷപ്പെടുന്ന എല്ലാ രീതിയിലും സമൃദ്ധി ഉണ്ടാക്കുന്ന ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടാം. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. ഇവർക്ക് ധനപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും കാർത്തിക നക്ഷത്ര ജാതകർ എത്തും. വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. ഇവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. ഇവരും ഞാൻ അവസാനം പറയാം, ആ വഴിപാടുകളൊക്കെ നിങ്ങൾ നടത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അപ്പോൾ കാർത്തിക നക്ഷത്ര ജാതകർക്കും രോഹിണി നക്ഷത്ര ജാതകർക്കും നല്ല സമയമാണ് എന്ന് പറഞ്ഞു. അവർ വളരെയേറെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്ര ജാതകർക്കും വളരെ അനുകൂലമായ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറണം. മുരുകക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തണം. മുരുകൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. അതുപോലെ തന്നെ പുണർതം നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം വരെ വന്നു ചേരാം. ധനമൊക്കെ ധാരാളം വന്നു ചേരുന്ന സമയമാണ്. വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്ന പുണർതം നക്ഷത്ര ജാതകർക്ക് ബിസിനസ്സിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകാം, തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകാം, എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരാം. ഞാനീ പറഞ്ഞു കുറച്ച് നക്ഷത്ര ജാതകർക്ക് വളരെ നേട്ടമാണ് എന്ന്. ഇനിയും കുറച്ച് നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അവരെയൊക്കെ കഠിനാധ്വാനം ചെയ്യുന്നു, വളരെ വലിയ രീതിയിൽ കഷ്ടപ്പെടുന്നു. പക്ഷേ ഇവരുടെ കയ്യിൽ ഒരു മീതിയുമില്ല. ചുരുക്കം പറഞ്ഞാൽ രക്ഷപ്പെടുന്നില്ല, വിജയമുണ്ടാകുന്നില്ല, എന്ത് ചെയ്തിട്ടും ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല. ക്ഷേത്രദർശനമൊക്കെ നടത്തുന്നുണ്ട്, വഴിപാടുകളൊക്കെ നടത്തുന്നുണ്ട്, കുടുംബക്ഷേത്രത്തിൽ പോകുന്നു, പല ജ്യോതിഷന്മാരെയും കാണുന്നു, പല രീതിയിലും പല വർഷഫലങ്ങൾ എടുത്തു നോക്കുന്നു, ജാതകം പരിശോധിക്കുന്നു, എന്നിട്ടും ഒരു നേട്ടവുമില്ല. അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ശിവലിംഗത്തിൽ ഗൗമതി ചക്രം സമർപ്പിക്കുക. നിങ്ങൾ അങ്ങനെ സമർപ്പിക്കുന്നതിലൂടെ ക്രമേണ നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. നിങ്ങൾ എത്ര കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ആ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടി ഒരുപാട് സമൃദ്ധിയിലേക്ക് സന്തോഷത്തിലേക്ക് നിങ്ങൾ പോകും. ആഗ്രഹിച്ച കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ നേടിയെടുക്കും. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറും. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയിലേക്ക് സന്തോഷത്തിലേക്ക് നിങ്ങളെത്തും. അപ്പോൾ ഞാൻ പറഞ്ഞു പുണർതം നക്ഷത്ര ജാതകർക്കും ഇനി വരുന്ന സമയം വളരെ അനുകൂലമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കും. മുരുകക്ഷേത്രത്തിൽ മുരുകൻ്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടുന്ന നക്ഷത്ര ജാതകർ തന്നെയാണ് ഇവർ. മുരുകൻ്റെ ഒരു പ്രത്യേക വാത്സല്യം ഈ നക്ഷത്ര ജാതകരോട് എന്നുമുണ്ട്. ഇവർ മുരുകൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യം ഇവർക്ക് നടന്നു കിട്ടും. പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിന് വേണ്ടി മുരുകക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക പുണർതം നക്ഷത്ര ജാതകർ നടന്നു കിട്ടും. അച്ചട്ടാണ്. ഇത് അനുഭവമുള്ള കാര്യമാണ്. ഇവർക്ക് അനുഭവമുള്ള കാര്യമാണ്. അങ്ങനെ അനുഭവമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേൽമുരുകായ നമഃ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്ര ജാതകർക്കും വളരെ അനുകൂലമായ സമയമാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോകും. എല്ലാ രീതിയിലും ഐശ്വര്യമാണ്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്ര ജാതകർക്കും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് സൗഭാഗ്യം ഇവർക്ക് വന്നു ചേരും. അനിഴ നക്ഷത്ര ജാതകർക്കും മറിച്ചല്ല, നേട്ടമാണ്, ഭാഗ്യമാണ്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. ഇവരും രക്ഷപ്പെടും. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഇനിയുള്ള സമയം അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയുമാണ്. ലോട്ടറി എടുക്കുന്ന ശീലമൊക്കെ ഉള്ള ഈ നക്ഷത്ര ജാതകർക്ക് നല്ല സൗഭാഗ്യങ്ങൾ വന്നു ചേരും. തിരുവോണ നക്ഷത്ര ജാതകർക്കും ഒരുപാട് സൗഭാഗ്യമാണ്. നേട്ടത്തിൽ എത്തും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ചതയം, പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഇവർക്കും സൗഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകും. എല്ലാ കാര്യങ്ങളിലും നേട്ടമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ഇവർ ചില വഴിപാടുകൾ നടത്തണം. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക. വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ച് സകല വിഘ്നങ്ങളും അകലാൻ, അല്ലെങ്കിൽ സകല വിഘ്നങ്ങളും അകറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുക. സർവകാര്യ സിദ്ധിയാണ് ഇതുകൊണ്ട് ഫലമായി സിദ്ധിക്കുന്നത്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കും, ദുഃഖങ്ങളൊക്കെ അവസാനിക്കും. അതുപോലെ തന്നെ മുരുകക്ഷേത്രത്തിൽ എല്ലാ മാസവും നിങ്ങൾ പോയിരിക്കണം. അത് ഉറപ്പാണ്. കാർത്തിക നക്ഷത്ര നാളിൽ നിങ്ങൾ മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക വഴി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് സമൃദ്ധിയിലേക്ക് സന്തോഷത്തിലേക്ക് നിങ്ങൾ എത്തും. അച്ചട്ട് കാര്യമാണ്.
ഈ കാര്യങ്ങൾ മാത്രം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന മുരുകൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും. അത് നിങ്ങളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ തന്നെയായിരിക്കും. നിങ്ങൾ എത്രമാത്രം കുതിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തന്നെയും അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അങ്ങനെ വലിയ വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.